പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിന്മേൽ പൊതുജനാഭിപ്രായം കൂടി സ്വീകരിച്ചതിന് ശേഷമായിരിക്കും സിനിമാ നയത്തിന് അന്തിമ രൂപം നൽകുകയെന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. 2 മാസത്തിനുള്ളിൽ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി സിനിമാ നയരൂപീകരണ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. സിനിമാ നിർമ്മാണ പ്രക്രിയയിൽ അനാവശ്യ ഇടപെടലല്ല നയരൂപീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നും മന്ത്രി സജി ചെറിയാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ MP തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സിനിമാ മേഖലയിലെ സമഗ്ര നയരൂപീകരണത്തിനുള്ള സിനിമാ കോൺക്ലേവ് ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ചേരുകയാണ്. ഒരു സമൂലമായൊരു മാറ്റമാണ് സിനിമാ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. അതും ജനാധിപത്യത്തിലൂന്നി പങ്കാളിത്തത്തിലൂടെ ചലച്ചിത്ര നയ രൂപീകരണം. അതാണ് ഈ സിനിമാ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രധാനമായിട്ടൊരു മോട്ടോ ആയി മിനിസ്റ്റർ തന്നെ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് പറയുന്നത്. എത്തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും ഈ ഒരു കോൺക്ലേവിന് ശേഷം സിനിമാ മേഖലയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒരു വലിയ മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വ്യത്യസ്ത മേഖലകളെ ഏകോപിപ്പിച്ചൊരു കുടക്കീഴിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ മാത്രമല്ല, തൊഴിൽ മേഖലയുണ്ട്, ടൂറിസം ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ വനമുണ്ട്, കടലുണ്ട്. പല മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല. ഏകോപനം ഇല്ലാത്തതിൻ്റെ ഫലമായി ഒരു വളർച്ചയും കേരളത്തിലെ സിനിമയ്ക്കില്ല. മറ്റൊരു കാര്യം സുരക്ഷിതത്വം, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷിതത്വം. അപ്പം ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു സിനിമ എടുക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വം വേണം. അതിലൊന്ന് ബോധവൽക്കരണമാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം നിയമം. ഇന്നത്തെ നിയമം മതിയോ പോരാ എന്നുള്ളതാണ് പൊതുവെ സമൂഹത്തിൽ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അവിടെ സുരക്ഷിതത്വം അല്ലാത്ത ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകണം. ഉള്ളവരെ സിനിമ എടുത്താൽ മതി. അതിന് ഗവൺമെൻറ് സഹായം വല്ലതും വേണോ, നമ്മൾ കൊടുക്കാം. ഈ തരത്തിലുള്ള ഒരു ഡിസ്കഷനാണ്. WCC അടക്കമുള്ള സംഘടനകൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിതത്വം, അപ്പോൾ തന്നെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം, അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഈ ഒരു നയരൂപീകരണത്തിലൂടെ ഉണ്ടാകും. 100% ഉണ്ടാകുക എന്നുള്ളതാണല്ലോ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. അതല്ല, ഈ നയം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് നയം നടപ്പാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തണം. അത്രയുള്ള ഗവൺമെൻറ് ആവശ്യം. എത്ര കാലതാമസമായിരിക്കും ഈ ഒരു സിനിമാ നയ രൂപീകരണത്തിന് എടുക്കും? നമ്മുടെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ബില്ല് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുമല്ലോ, ഈ നയം അവതരിപ്പിക്കാൻ സാധിക്കുമോ? ഇതെല്ലാം കൂടി 2 മാസം കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ ഇത് ക്യാബിനറ്റിൽ പോയി നിയമസഭയിൽ വരും. ഇത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഏതെങ്കിലും ബോധമുള്ളവന് അവാർഡ് കൊടുക്കും, പുരസ്കാരം കൊടുക്കും. വിദ്വേഷത്തിൻ്റെ ഒരു ക്രിയേഷൻ അല്ലേ അത്. അപ്പോൾ അത്തരം സാഹിത്യങ്ങളും അത്തരം സിനിമകളും അത്തരം എഴുത്തുകളുമാണ് അവർക്ക് ആവശ്യം. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അതിനെ പറ്റിയ ആശയം എന്താണ്, ആ ആശയം രൂപീകരിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിന് പുരസ്കാരം കൊടുക്കും.